ടെറിറ്റോറിയൽ ആർമിയിലേക്ക് മുൻപൊരു അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അപേക്ഷയുടെ അഡ്മിറ്റ് കാർഡ്, അതായത് എക്സാം നടക്കാനായിട്ട് പോകുന്നുണ്ട്, കേരളത്തിലാണ് പരീക്ഷ നടക്കുന്നത്. അതിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് പറയട്ടെ, നമ്മുടെ 2026 TA ആർമിയുടെ, ഇത് ഓഫീസർ റാങ്കാണ്, TA ആർമി സോൾജർ റിക്രൂട്ട്മെന്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുന്ന് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത്തവണ വനിതകൾക്കും പങ്കെടുക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഓഫീസർ റാങ്കാണ്. ഇതിന് അപേക്ഷ കൊടുക്കണം, പരീക്ഷയുണ്ട്. അതുപോലെ തന്നെ നോർമൽ നമ്മുടെ ഒരു റിക്രൂട്ട്മെന്റ് നിലവിൽ നടക്കുന്ന രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ സോൾജർ റാങ്ക് 10ാം ക്ലാസ് ബേസിലുള്ളതെന്ന് പറയുന്നത് പഴയ പ്രാകൃതം മീൻസ് പണ്ട് നടക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് നമ്മുടെ ആർമിയുടെ. നേരിട്ട് നമ്മൾ പോകുന്നു, ഡോക്യുമെന്റ്സ് കാണിക്കുന്നു, ഓടുന്നു, പാസ്സാകുന്നവരെ എടുക്കുന്നു, പരീക്ഷ നടത്തുന്നു. അതാണ് അതിന്റെ രീതി. അവിടെ അപേക്ഷിക്കൊന്നും വേണ്ട, ഡോക്യുമെന്റ്സ് കൊണ്ട് പോയാൽ മതി. പക്ഷെ ഇവിടെ അപേക്ഷിക്കണം. അപേക്ഷിച്ചവർക്ക് ഓൺലൈനായിട്ട് ഇവിടെ അഡ്മിറ്റ് കാർഡും വരും. അപ്പോൾ ഇത് ഓഫീസർ റാങ്കിലേക്കുള്ളതാണ്. ഓഫീസർ റാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വർഷം ഏകദേശം 3 മാസം മാത്രമേ സർവീസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏകദേശ കണക്കാണ്. പിന്നെ നമുക്ക് തിരിച്ചു വരാം. അതുപോലെ തന്നെ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് സിവിലിയൻ ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഡോക്ടർ ആണോ, എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, അത് നമുക്ക് ചെയ്യാം. സിവിലിയൻ വർക്ക് ചെയ്യാം. ഇപ്പോൾ മോഹൻലാലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മോഹൻലാൽ ഇവിടെ വന്നിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതൊരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓഫീസർ റാങ്കിൽ അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ സോൾജർ റാങ്ക് അങ്ങനെയല്ല. ഇപ്പോൾ അത് പെർമനൻ്റ് ആണ്. സ്ഥിരമായിട്ട് തന്നെ നമുക്ക് അവിടെ സർവീസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. എന്തായാലും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കിടക്കാം. പലർക്കും ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യൂസർ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, പിന്നെ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അതായത് ക്യാപ്ച കോഡ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും കേരളത്തിൽ തന്നെ പരീക്ഷാ സെൻറ്റർ ഉണ്ട്, അവിടെ പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അപേക്ഷാ ഫീസൊക്കെ അടച്ചിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് പരീക്ഷ എഴുതാനായിട്ട് പോകാൻ. നല്ലൊരു അപേക്ഷാ ഫീസ് ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി.